അസ്സലാമു അലൈക്കും. ഇന്നൊരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് കാലാവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഞവര അരി കൊണ്ടാണ്. ഇപ്പം ഞവര അരി ഏത് കാലാവസ്ഥയ്ക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്നതാണ്. പണ്ടൊക്കെ ഇത് അങ്ങനെയൊന്നും കിട്ടത്തില്ലായിരുന്നു. കർക്കിടക മാസത്തിൽ മാത്രമായിരുന്നു ഇത് കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങാടി കടകളിൽ മാത്രമായിരുന്നു കിട്ടുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം കിട്ടുന്നതാണ് ഞവര അരി. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂമൽസിൻ്റെ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് വൈകിട്ടൊക്കെ കഞ്ഞി കുടിക്കാനോ അല്ലെങ്കിൽ രാവിലെ പ്രഭാത ഭക്ഷണമായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കഞ്ഞി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഞവര അരി ഒരു 120 ml കപ്പിൽ 1 കപ്പ് ഞവര അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറേ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു ഔഷധക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് ചേർക്കാം. അരി, ചെറുപയർ, വൻപയർ, മുതിര, പിന്നെ ജീരകം, ഉലുവ, കുറച്ച് വെളുത്ത എള്ള്, ആസാളി, പംകിൻ സീഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയുടെ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലങ്ങ് മാറും. അങ്ങനെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് ഈ കഞ്ഞി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കാം. അപ്പോൾ അതിനായി ആ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി അരിച്ചെടുത്തതിന് ശേഷം, അരിക്കാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മമാരെ കൊണ്ടൊക്കെ പിന്നെ അറിയാവുന്ന അമ്മമാരെ കൊണ്ടൊക്കെ ഇത് അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിനകത്ത് കല്ലും ഒക്കെ കാണും. കാരണം നമ്മൾ ചെറിയ മുതിരയിലൊക്കെ കല്ലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ, അല്ലെങ്കിൽ മുതിര മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കുകയെങ്കിലും ചെയ്യണം. അങ്ങനെ അതെല്ലാം ഒന്ന് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ കുതിരാൻ വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പയറിനൊക്കെ ഇത്തിരി വേവുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ നമുക്കൊരു 4-5 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാനൊരു വൈകിട്ടത്തേക്കാണ് കഞ്ഞിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ, ഒരു 4 മണിക്ക് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് ഞാനൊരു കുക്കറിനകത്തോട്ട് ഇതെല്ലാം കൂടെ തട്ടിയിട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതൊരു 5 വിസിൽ വരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. 5 വിസിലിലാണ് എനിക്ക് ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയത്. അങ്ങനെ നമുക്ക് ഈ കഞ്ഞി ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഈ കഞ്ഞി തന്നെ നമുക്ക് പിന്നെ തേങ്ങയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ജീരകമൊക്കെ ചേർത്ത് അരച്ച് നെയ്യിൽ താളിച്ചെടുക്കാം. അല്ലെങ്കിൽ ജീരകവും തേങ്ങയും മാത്രം അരച്ച് ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് വെക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ കഞ്ഞിക്ക് വെച്ചിരുന്ന വെള്ളമെല്ലാം ഇവരെല്ലാം കൂടെ വലിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയൊക്കെ നല്ല പരുവത്തിന് വെന്ത് സ്മാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാനാണെങ്കിൽ നല്ല ഉടഞ്ഞ് കിട്ടും. അത്ര നന്നായിട്ട് വെന്ത് കഞ്ഞി അല്ലെങ്കിലും നല്ല വെന്ത് കിട്ടണം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കഞ്ഞി സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ആ സമയത്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴിക്കാൻ നേരത്ത് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് തേങ്ങയും ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഞെവിടി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ചേർത്താണ് ഞാൻ ഈ കഞ്ഞി ഉപയോഗിക്കുന്നത്. കഞ്ഞി ആവശ്യത്തിന് കുടിക്കാൻ പാകത്തിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം എനിക്ക് കുടിക്കാൻ പാകത്തിനുള്ള കഞ്ഞിയാണ് ഈ ബൗളിലോട്ട് മാറ്റുന്നത്. ഇത് ഒരു മൺപാത്രത്തിൻ്റെ ബൗളാണ്. അപ്പോൾ അതിലോട്ടാണ് കഞ്ഞി മാറ്റുന്നത്. അപ്പോൾ ഈ കഞ്ഞിക്ക് തൊടുകറിയായിട്ട് ഞാൻ മാങ്ങാ ചമ്മന്തിയും പടവലങ്ങ തോരനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് കഞ്ഞി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മാങ്ങാ ചമ്മന്തിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പറ കഞ്ഞി കുടിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ടേസ്റ്റാണ് മാങ്ങാ ചമ്മന്തിക്ക്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ ഞവരക്കഞ്ഞിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഞവരയരി മാത്രമല്ല, അതിനകത്ത് പല പ്രോട്ടീൻ സാധനങ്ങളും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ
വളരെ സ്വാദിഷ്ടമായ ഞവരക്കഞ്ഞി അല്ലെ കർക്കിടകക്കഞ്ഞിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണേ. അത് കുറച്ച് തേങ്ങയിലോട്ട് നമുക്ക് ആവശ്യത്തിന് മാങ്ങയും ഉപ്പും മുളകും കുറച്ച് ഇഞ്ചിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് കുറച്ച് ചെറുള്ളിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ മാങ്ങാ ചമ്മന്തിയും കർക്കിടകക്കഞ്ഞിയോ ഞവരക്കഞ്ഞിയോ എന്നൊക്കെ പറയാവുന്ന കഞ്ഞിയും എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.